സൗദിയിലെ യാംബൂവിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം യുദ്ധം വ്യാപിപ്പിക്കുമെന്നതിന്റെ സൂചനയെന്ന് റിപ്പോർട്ട്. യാംബൂവിൽ US പങ്കാളിത്തമുള്ള സാംറഫിലേക്ക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് നടന്നത്. ഹോർമുസ് അടഞ്ഞുകിടന്നാലും സൗദിക്ക് ചരക്കു കയറ്റുമതിക്കുള്ള മേഖലയാണ് യാംബൂ ഉൾപ്പെടെ നിലനിൽക്കുന്ന ചെങ്കടൽ പ്രദേശം. ഇതിനിടെ സൗദിയിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും തുടരുകയാണ്. യുദ്ധം നീട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കുമെന്നാണ് സൂചനകൾ. വിവരങ്ങളുമായി റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, ഈ സൗദിയിലേക്കുള്ള ആക്രമണം വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അവിടെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? യാംബൂവിലൊക്കെ മിസൈൽ പതിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണോ അത്? ഹരി, ഈ യുദ്ധം ഇപ്പോൾ ഏറ്റവും പ്രവചനാതീതമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന്റെ സൂചനയാണ് നേരത്തെ MCA സൂചിപ്പിച്ചു വെച്ചതുപോലെ തന്നെ ഖത്തറിലേക്കും സൗദിയിലെ എണ്ണപ്പാടങ്ങളിലേക്കുമുള്ള ആക്രമണം. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ട്രംപ് കുപിതനായിക്കൊണ്ട് ഇസ്രായേലിനോട് ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്കോ ഗ്യാസ് ഫീൽഡിലേക്കോ ആക്രമണം നടത്തരുതെന്നും നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഗൾഫ് രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള സമ്മർദ്ദം ഇപ്പോൾ ട്രംപിന്മേൽ ഉണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എണ്ണയുടെയും ഒപ്പം തന്നെ പെട്രോളിന്റെയും എല്ലാം വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. പ്രകൃതിവാതകത്തിന്റെ എല്ലാം വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ വീണ്ടും സൗദിയിലെ യാംബുവിലേക്ക് സാംറഫ് എന്നറിയപ്പെടുന്ന കമ്പനിയുടെ റിഫൈനറിയിലേക്ക് ഡ്രോൺ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ സാംറഫിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം 4 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അത് വിതരണം ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. മാത്രവുമല്ല, ഇതിന്റെ മറ്റൊരു പ്രത്യേകത എക്സോൺ മൊബൈൽ എന്നറിയപ്പെടുന്ന US കമ്പനിയുമായി പങ്കാളിത്തമുള്ള ഒരു കമ്പനി കൂടിയാണ് സാംറഫ്. അതുകൊണ്ടാണ് ഇറാൻ ഇവരെ ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം US പങ്കാളിത്തമുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന് നേരത്തെ ഇറാൻ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇതിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ ഹോർമുസ് അടച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഇപ്പോഴും അത് അടച്ച ശേഷവും ഇപ്പോഴും പ്രതിദിനം 3.8 ലക്ഷം ബാരൽ 8 ലക്ഷം ബാരൽ നിലവിൽ സൗദി അറേബ്യ ഇപ്പോഴും ലോകത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് കയറ്റുമതി ചെയ്യുന്നത് ഈ കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണപ്പാടുകൾക്ക് നേരെ ആക്രമണം തുടങ്ങിയ സമയത്ത്, അതായത് ഹോർമുസ് വഴി പോകില്ല എന്ന് കണ്ടപ്പോൾ അതുവഴി പ്രത്യേക പൈപ്പ് ലൈൻ വഴി ഏകദേശം 1000ഓളം കിലോമീറ്റർ താണ്ടി ഈ പൈപ്പ് ലൈൻ എത്തുന്നത് ഈ യാംബു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ അരാംകോയുടെ ഉൾപ്പെടെ കയറ്റുമതി നടക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ആക്രമണം നടക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്വാഭാവികമായിട്ടും അതുവഴിയും ആക്രമണത്തിന് ഇറാൻ മടിക്കില്ല എന്നൊരു സൂചന കൂടിയാണ് ഇന്ന് നടന്ന ആക്രമണം അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഗസ യുദ്ധ സമയത്തൊക്കെ പറഞ്ഞിരുന്നതുപോലെ തന്നെ ചെങ്കടൽ മേഖലയിലെ സൂയസ് കനാൽ വഴിയുള്ള ഷിപ്പിംഗ് ലൈനുകൾ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുമോ എന്ന ആശങ്ക ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മുമ്പിലുണ്ട്. കാരണം ആ വഴി കൂടി അടഞ്ഞാൽ പിന്നെ യൂറോപ്പിലേക്ക് ചരക്കു നീക്കം നടക്കുക കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നറിയപ്പെടുന്ന ആഫ്രിക്കയുടെ മുനമ്പ് വഴിയായിരിക്കും. അതിന് ദിവസങ്ങൾ, അതായത് ഇപ്പോൾ കയറ്റുമതി ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം അതിനെടുക്കും. വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടാകും. അപ്പോൾ ഒരേ സമയം ഹോർമുസും ചെങ്കടലും ലക്ഷ്യം വെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതര പ്രത്യാഘാതം എല്ലാവർക്കും സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ള രാജ്യങ്ങൾ ഒന്നടങ്കം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഊർജിതമായ ശ്രമങ്ങളിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ സൗദി കിരീടാവകാശി കുവൈത്തുമായി സംസാരിച്ചിട്ടുണ്ട്. അതിനു പുറമെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള വിവിധ ഗൾഫ് രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന കർക്കശമായ നിലപാടുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇതിൽ തന്നെ ഈ യുദ്ധത്തിന് ഒരു ലക്ഷ്യവുമില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഇന്നലെ ഖത്തറിലേക്ക് നടന്ന ആക്രമണം. കാരണം അവിടെ ആക്രമണം നടന്ന ഈ ഒരു എണ്ണപ്പാടം എന്ന് പറയുന്നത് ഇറാൻ കൂടി ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഖത്തറും പങ്കുവെക്കുന്ന ഒരു എണ്ണപ്പാടമാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള ലോജിക്കുമില്ലാതെ ഈ ആക്രമണം നടത്തിയതിന്റെ പേരിലാണ് ട്രംപ് ഇന്നിപ്പോൾ ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്രവചനീയമാണ് നിലവിലെ കാര്യങ്ങൾ. കാരണം അവിടെയുള്ള പ്രധാനപ്പെട്ട ഭരണകൂടത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് 2ാം നിരയിലുള്ള, എന്ന് വെച്ചാൽ കുറെ കൂടി ചെറുപ്പമായ, കുറെ കൂടി അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ള, കുറെ കൂടി ഇസ്രായേൽ വിരുദ്ധ നിലപാടുള്ള നേതാക്കളാണ്. അത് സ്വാഭാവികമായിട്ടും സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതം ഈ ഗൾഫ് രാജ്യങ്ങൾക്കും ഒപ്പം തന്നെ അമേരിക്കക്കും ഇസ്രായേലിനുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹരി.